വിശദമായ വാർത്തകളിലേക്ക്. പാലക്കാട് ധോണിയെ ഭീതിയിലാഴ്ത്തുന്ന കാട്ടാന PT-7 പിടികൂടാനുള്ള ദൗത്യത്തിന് തുടക്കമായി. വനം വകുപ്പിന്റെ പ്രത്യേക ദൗത്യ സംഘം ആനയ്ക്ക് അരികിലെത്തി. നിലവിൽ വനത്തിലെ അരിമണി മേഖലയിലാണ് PT-7 നിലയുറപ്പിച്ചിരിക്കുന്നത്. മയക്കുവെടി വയ്ക്കാൻ സുരക്ഷിതമായ സ്ഥാനത്താണ് ആനയെന്നാണ് നിലവിലെ വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. ആന്റണി, ആനയെ മയക്ക് വെടിവെക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സുരക്ഷിതമായ സ്ഥാനത്ത് ആന ഇപ്പോഴുണ്ട്. അതിനടുത്തായി മയക്ക് വെടിവെക്കാനുള്ള സജ്ജീകരണങ്ങളുമായി ദൗത്യ സംഘവുമുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കമലേഷ്, അവസാനം വിവരം വരുമ്പോൾ ആനയ്ക്ക് അരികിലാണ് ഇപ്പോൾ ദൗത്യ സംഘം ഉള്ളത്. ആനയെ കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ആന ഈ അരിമണി എന്ന് പറയുന്ന മേഖലയിലുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. അവിടേക്ക് രാവിലെ തന്നെ ഈ മറ്റ് ദൗത്യ സംഘത്തിലെ എല്ലാ ടീം അംഗങ്ങളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ മയക്കുവെടി വെക്കുന്ന ഉൾപ്പെടെയുള്ള ടീമുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആന അവരുടെ നിരീക്ഷണത്തിലാണ് ഉള്ളത്. നിലവിൽ ഈ ആന ഇപ്പോൾ നിൽക്കുന്നത് ഈ മയക്കുവെടി വെക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ് എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ. പക്ഷെ ആ നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലത്തെ സാഹചര്യം, ആന അവിടെ നിന്ന് മാറാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ ആ ഒരു നിലയിൽ അവർ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ 72 അംഗ ദൗത്യ സംഘമാണ് അകത്തേക്ക് പോയിരിക്കുന്നത്. അതിൽ ഈ ചീഫ് വെറ്റിനറി സർജൻ, ഈ മയക്കുവെടി വെക്കുന്നതിൽ വിദഗ്ധനായ വനം വകുപ്പിന്റെ ചീഫ് വെറ്റിനറി സർജൻ അരുൺ സഖറിയ അടക്കമുള്ളവരുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തെരച്ചിൽ സംഘമുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ധോണിയിലെത്തിച്ച 3 കുങ്കി ആനകൾ, അവരെയും ഇപ്പോൾ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ആന നിൽക്കുന്ന ആ മേഖലയിലേക്ക് ഈ കുങ്കി ആനകളെയും കൊണ്ടുപോയിട്ടുണ്ട്. അത്തരത്തിൽ സജ്ജീകരണങ്ങളെല്ലാം സജ്ജമാണ്. രാവിലെയാണ് ആദ്യ ടീം ഈ വനത്തിലേക്ക് പോകുന്നത്. ആന ഈ അരിമണി മേഖലയിലുണ്ടെന്ന് ആദ്യം രാവിലെ തന്നെ ഈ ആനയെ നിരീക്ഷിക്കുന്നവർ ധോണിയിലെ ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് RRTയുടെ ഒരു സെർച്ചിങ് ടീം അവിടേക്ക് പോയി. അതിന് പിന്നാലെയാണ് ഈ മയക്കുവെടി വെക്കുന്ന ആ ഒരു ടീം കൂടി പോയിട്ടുള്ളത്. തൊട്ട് പിന്നാലെ കുങ്കി ആനകളെ കൂടി അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം എല്ലാം അനുകൂലമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനല്ലെങ്കിൽ ഇന്ന് തന്നെ മയക്കുവെടി വയ്ക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. കഴിഞ്ഞ ദിവസം മുതലാണ് കഴിഞ്ഞ കുറെ കാലമായി പാലക്കാടിനെ ഭീതിയിലാഴ്ത്തുകയാണ് ഈ PT-7 എന്ന കാട്ടാന. പലപ്പോഴും ജനവാസ മേഖലകളിൽ ഇറങ്ങി കൃഷിനാശം ഉൾപ്പെടെ എല്ലാ തരത്തിലും ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു നിലയിലേക്ക് PT-7 ശല്യം മാറിയതോടുകൂടിയാണ് ഇതിനെ പിടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് വനം വകുപ്പ് പോയത്. വളരെ കരുത്തനായ ഒരു കാട്ടാനയാണ് ഈ PT-7 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള ഒരു താമസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വനം വകുപ്പിന്റെ ഈ ദൗത്യ സംഘം അവർ വയനാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. വയനാട്ടിൽ തുടർച്ചയായ കുറെ ദൗത്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ PM2 എന്ന് പറയുന്ന ബത്തേരി നഗരത്തിലിറങ്ങിയ കാട്ടാനയെ പിടിച്ചു. അതുപോലെ തന്നെ ഒരു കടുവ ഇറങ്ങിയിരുന്നു. ആ കടുവയെ പിടിക്കുക, അത്തരം ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് അവർ വരാൻ വൈകിയതാണ് ദൗത്യം ഇത്രയും വൈകാനുള്ളൊരു കാരണം. അവർ കഴിഞ്ഞ ദിവസം എത്തി. ഇന്നലെ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള 26 സംഘം കൂടി രാവിലെയും കൂടി എത്തിയതോടുകൂടി ദൗത്യത്തിന് ജീവൻ വെച്ചു. ഇന്നലെ രാവിലെ തന്നെ ഈ ദൗത്യ സംഘത്തിലെ എല്ലാവരും അവിടെ CCFന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് എത്തരത്തിലായിരിക്കണം ആനയെ പിടികൂടേണ്ടത്, ഈ മയക്കുവെടി വെക്കേണ്ടത്, ഈ സർച്ചിങ് ഓപ്പറേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിൽ ഒരു അന്തിമ ധാരണ വരുത്തി. അതിനുശേഷം ഈ മയക്കുവെടി വെക്കുന്നതിനുള്ള ആയുധങ്ങളിൽ അതിന്റെ കാര്യക്ഷമത ഉറപ്പാക്കി. വൈകുന്നേരം ഒരു ട്രയൽ നടത്തി. വാഹനങ്ങൾ വനത്തിലേക്ക് പോയി. അത് എത്രത്തോളം വാഹനങ്ങൾ അവിടേക്ക് എത്തും, ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അവിടേക്ക് എത്തും, അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. ഇന്നലെ ഒരു മുന്നൊരുക്കത്തിലാണ് അവർ ഉണ്ടായിരുന്നത്. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ഡോക്ടർ അരുൺ സഖറി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ വെടിവെക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ആന ഈ മയക്കുവെടി വെക്കുമ്പോൾ സ്വാഭാവികമായും അത് ഓടും. കുറച്ച് കിലോമീറ്ററുകൾ അത് ഓടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ജനവാസ മേഖലയ്ക്ക് അരികിലാണെങ്കിൽ ആന ജനവാസ മേഖലയിലേക്ക് പോയാൽ അതൊരു പ്രതിസന്ധി ഉണ്ടാകും. അതുപോലെ തന്നെ വനമേഖലയ്ക്ക് ഉൾവനത്തിലേക്ക് പോകുന്ന നിലയിലാണെങ്കിൽ അതും പ്രശ്നത്തിലേക്ക് പോകും. പക്ഷേ നിലവിൽ ഇപ്പോൾ ആന ഉള്ളത് വനാതിർത്തിയിലാണ്. നിലവിലത്തെ സാഹചര്യം അനുകൂലമാണ്. ഇന്നലെ മുതൽ PT-7 ഈ വനാതിർത്തിയിൽ തന്നെ തുടരുകയാണ്. ഉൾവനത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും അത് ഈ അരിമണി മേഖല എന്ന് പറയുന്ന ആ മേഖലയിലുണ്ട്. അത് വനാതിർത്തിയാണ്. അത് അനുകൂലമായൊരു സാഹചര്യമാണ് നിലവിൽ
ദൗത്യ സംഘത്തെ സംബന്ധിച്ച് ഉള്ളത്. ഏതായാലും ഇന്ന് തന്നെ മയക്കുവെടി വയ്ക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കമലേഷ്. ആന്റണി, ഈ ആനയെ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ആശങ്കകൾ, ഒന്ന് ആന്റണി സൂചിപ്പിച്ചതുപോലെ തന്നെ വെടിവെച്ചതിന് ശേഷം ആന ഓടാനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ പോലും ഈ മയക്കുവെടി വെക്കുന്നതിന് ശേഷം ആന എത്ര ദൂരത്തേക്ക് ഓടും എന്ന കാര്യത്തിലൊരു ആശങ്കയുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് കുങ്കിയാനകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ PT-7 കുറെ കൂടി കരുത്തുറ്റ ഒരു അല്ലെങ്കിൽ കരുത്തനായ ഒരു ആനയാണ് എന്നതുകൊണ്ട് തന്നെയാണ് മൂന്നാമതൊരു കുങ്കിയാന കൂടി വേണം എന്ന ഒരു കാര്യത്തിലേക്ക് ദൗത്യസംഘം പോയത്. അത് സ്വാഭാവികമായും മയങ്ങി വീഴുന്ന ആനയെ തള്ളി വാഹനത്തിലേക്ക് കയറ്റാനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ മയക്കുവെടിക്ക് ശേഷം ഈ കുങ്കിയാനകളുടെ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരിക്കും? അതുപോലെ ഈ ആനക്കൊട്ടിൽ അതിൻ്റെ പ്രത്യേകതകൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ കുങ്കിയാനകളെ ആദ്യം 2 കുങ്കിയാനകളെയാണ് ഈ ധോണിയിലേക്ക് എത്തിച്ചിരുന്നത്. അപ്പോൾ വനം വകുപ്പ് സംഘം, ദൗത്യ സംഘം പറഞ്ഞത് ഈ 2 കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ ദൗത്യം വളരെ പ്രയാസകരമായിരിക്കും. കാരണം നല്ല കരുത്തുള്ള ഒരു കൊമ്പനാണ് PT-7 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പേരെ മാത്രം വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. തുടർന്ന് വനമേധാവിയുടെ അനുമതി തേടി അദ്ദേഹം ഒരു കുങ്കിയാനെ കൂടി കൊണ്ടുവരാൻ അനുമതി നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുത്തങ്ങയിൽ നിന്ന് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ എന്ന കുങ്കിയാനയെ ധോണിയിൽ എത്തിച്ചത്. ഈ 3 കുങ്കിയാനകൾ കൂടി എത്തിയതോടെ വനം വകുപ്പിന് ഇക്കാര്യത്തിൽ ഒരു ആത്മവിശ്വാസം, പിടികൂടുന്നതിൽ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ കൂടി ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞിരുന്നു. ഈ കുങ്കിയാനകളുടെ സാന്നിധ്യവും വളരെ രീതിയിൽ ഈ ദൗത്യത്തിനേറെ സഹായകരമാണ്. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ആന മയക്കുവെടി ഏറ്റാൽ അത് ഒരു കുറച്ച് കിലോമീറ്ററുകൾ അത് ഓടാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത് എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് ഈ ആന മയങ്ങി നിൽക്കുകയാണ് ഉണ്ടാവുക. അതിനെ പിന്നീട് ഈ കുങ്കിയാനകളുടെ സഹായത്തോടെ ലോറിയിൽ കയറ്റി ധോണിയിൽ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആനക്കൊട്ടില്ല, ഒരു ആനയുടെ ഒരു കൂട് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും ആനയ്ക്ക് തകർക്കാൻ കഴിയാത്ത തരത്തിലാണ് ആ കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. യൂക്കാലിപ്സ് മരങ്ങൾ കൊണ്ടുള്ള കൂടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ യൂക്കാലിപ്സ് മരങ്ങൾ കൊണ്ടുള്ള കൂടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മരത്തിനുള്ള പ്രത്യേകത, അതൊരിക്കലും ഈ ആന ഇടിച്ചാൽ പൊട്ടിപ്പോകുന്ന ഒരു മരമല്ല. അത് ചതയുക മാത്രമാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ തകർക്കുക എന്നുള്ളത് ആനയെ സംബന്ധിച്ച്, ഈ യൂക്കാലിപ്സിന്റെ കൂട് തകർക്കുക എന്നത് ആനയെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കുഴിയിൽ അത് 4ഓളം ഇത്തരത്തിൽ ഈ കുറ്റികൾ നാട്ടി അത്തരത്തിൽ വളരെ ശക്തിയായിട്ടുള്ള ഒരു കൂടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും നിലവിൽ അത് ഈ PT-7 തകർക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് വനം വകുപ്പ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. ഇന്നലെ ആ കൂടിന്റെ ഒക്കെ പരിശോധനകളൊക്കെ വനം വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ നിന്നും മറ്റിടങ്ങളിലേക്ക് മാറ്റുന്ന കാര്യം നിലവിൽ ആലോചിച്ചിട്ടില്ല. ആനയെ പിടിച്ചാൽ ധോണിയിലെ ഈ കൂട്ടിലേക്ക് കൊണ്ടുവരും, അവിടെ വെച്ച് മെരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ആലോചിക്കുന്നത്. കമലേഷ്. ആന്റണി, തീർച്ചയായും ഈ ആനക്കൊട്ടിലിൻ്റെ പ്രത്യേകത പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വനം വകുപ്പിൻ്റെ ചീഫ് വെറ്റിനറി സർജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇപ്പോൾ ആന്റണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യൂക്കാലിപ്സ് മരങ്ങളുടെ ഒരു പ്രത്യേകത, നേരത്തെ ആനകൾക്കുള്ള കൂടായിട്ട് ഒരുക്കിയിരുന്നത് നേരത്തെ തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങൾ ഇതിനായി ഉപയോഗിക്കാറുണ്ട്. കുറെ കൂടി കരുത്തുള്ള മരങ്ങളാണ് തേക്ക്. എന്നാൽ ആനയുടെ സുരക്ഷ കൂടി പരിഗണിച്ചാണ് യൂക്കാലിപ്സ് മരം ഇതിന് ഉപയോഗപ്പെടുത്തിയത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് ഇടിച്ചാൽ ആനയ്ക്ക് പരിക്കേൽക്കാതിരിക്കാൻ. ഈ ആന്റണി പറഞ്ഞതുപോലെ തന്നെ ചതയുന്ന ഒരു സ്വഭാവമുള്ള മരമാണ് യൂക്കാലിപ്സ്. അപ്പോൾ അത്തരത്തിൽ ആനയുടെ സുരക്ഷ കൂടി പരിഗണിച്ചാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ്. തീർച്ചയായും ഈ PT-7 സ്വാഭാവികമായും കൂട്ടിലടയ്ക്കുമ്പോൾ അത് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പോൾ അത് ആനയ്ക്ക് പരിക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടുകൂടി തന്നെയാണ് ഈ സുരക്ഷ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. യൂക്കാലിപ്സ് മരം അതുകൊണ്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് CCF
ബി രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത്തരത്തിൽ ആ കൂട് സുരക്ഷിതമായി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ തരത്തിലും സുരക്ഷിതമാണ്. ആനയ്ക്ക് പുറത്തു ചാടാനോ ആനയെ സംബന്ധിച്ച പരിക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള കൂടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഏതായാലും അത്തരം അക്കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ദൗത്യം വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ദൗത്യം വിജയിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് നിലവിൽ വനപാലക ദൗത്യ സംഘമുള്ളത്. 72 അംഗ സംഘമാണ് അവിടെയുള്ളത്. ഈ 72 അംഗ സംഘം ഇന്നലെ മുതൽ തന്നെ ഈ മിഷന് വേണ്ടി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിജയം അതിനുശേഷം ആനയെ ഇവിടേക്ക് എത്തിക്കും. ഏതായാലും ആ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ടീം ഉള്ളത്. നേരത്തെ അരുൺ സക്രിയ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ആനയെ പിടിച്ചതിന് ശേഷം മാത്രമേ ചുരം ഇറങ്ങൂ എന്നാണ്. അത്തരത്തിൽ വളരെ ആത്മവിശ്വാസത്തിലാണ് അവരും ഉള്ളത്. നേരത്തെ തന്നെ നിറയെ അനുഭവ സമ്പത്തുള്ള വ്യക്തമാണ് ആന്റണി. വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ദൗത്യസംഘം ഇപ്പോൾ അവിടെ ഉള്ളത്. ആനയെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. ആനയ്ക്കരികിലാണ് ഇപ്പോൾ സംഘമുള്ളത്. സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ആന്റണി ജിസ് ജോർജാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.